ഞാൻ ഡോക്ടർ ജെസിൻ സുജാസ. ഇന്ന് എൻ്റെ കൂടെ ലോകപ്രശസ്തനായ ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിൽ പുഷ്പഗിരി സൈക്യാട്രിയിലെ പ്രൊഫസർ എമറിറ്റസായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. സർ മുൻപ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ മുൻ പ്രസിഡൻ്റായിട്ടും വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറലായിട്ടും സേവനമനുഷ്ഠിച്ചിരുന്നു. സർ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അതുപോലെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ പറ്റി കൂടുതൽ വിവരിക്കാമോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഈ എന്തെങ്കിലും റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഓടിച്ചെന്ന് സഹായം ചേർക്കാൻ അതൊരു ട്രെയിനിങ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡിനെ പറ്റി നമ്മൾ അധികം ചിന്തിക്കാറില്ല, പറയാറില്ല. അതിപ്പോൾ നമ്മളത് വളരെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഒരു അവസരമാണ്. കാരണം ഉദാഹരണത്തിന് നമുക്കറിയാം, ധാരാളം മനസ്സിന് ആഘാതം ഉണ്ടാകുന്ന പല സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ആത്മഹത്യകൾ നടക്കും. അതിനുശേഷമുള്ള സർവൈവേഴ്സ്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം, നമുക്ക് ചില അപകടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം അവരുടെ മാതാപിതാക്കളും അതുപോലെ കുടുംബാംഗങ്ങളും വളരെ വേദന അനുഭവിക്കുന്ന അവസരങ്ങളുണ്ട്. വലിയ മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നു പോകും. ആ സമയവും നമ്മൾ ഫസ്റ്റ് എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ പറ്റി ചിന്തിക്കണം. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 4-5 മെഡിക്കൽ വിദ്യാർത്ഥികൾ 5 പേര് 6 പേര് മരണപ്പെട്ടു. ഒരു ട്രാൻസ്പോർട്ട് ബസ്സും അവർ യാത്ര ചെയ്ത കാറും തമ്മിൽ കൂട്ടിയിടിച്ച്. അപ്പോൾ അതിൻ്റെ കുടുംബാംഗങ്ങളെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു ട്രാഫിക് ആക്സിഡൻറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മേലെ ലോറി മറിഞ്ഞ് രണ്ട് കുട്ടികൾ മരിച്ചു. അങ്ങനെയുള്ള അവിടെയൊക്കെ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ബന്ധം കുടുംബാംഗങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അവരെയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മനഃശാസ്ത്ര ഫസ്റ്റ് എയ്ഡ് വേണം. അതിനൊരു 8-10 സ്റ്റേജുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കംഫർട്ട് ആൻഡ് കൺസോൾ, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മളവരെ ചെല്ലുകയും അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ലക്ഷ്യം. അത് നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രൊട്ടക്ട് ഫ്രം ഫർദർ ഡിസ്ട്രെസ് എന്ന് പറയും. കൂടുതൽ അവർക്ക് മാനസിക സംഘർഷങ്ങളും വേദനകളും ഉണ്ടാകാത്ത രീതിയിൽ അവരെ നമ്മൾ സഹായിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ഇമ്മീഡിയറ്റ് ഫിസിക്കൽ കെയർ. ഇപ്പം നമുക്കറിയാം, പെട്ടെന്നൊരു ഒരാളുടെ മരണത്തെ തുടർന്ന് കൂടെയുള്ളവർ തലകറി വീഴുവോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയോ ഒക്കെ ചെയ്യും. അതുപോലെ ശാരീരികമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. അപ്പോൾ അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചികിത്സ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ സാധിക്കണം. പിന്നെ റീയൂണിയൻ വിത്ത് ലൗഡ് വൺസ് അടുത്ത കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ബന്ധുക്കൾ അവരുടെ കൂടെ അടുപ്പമുള്ള ബന്ധുക്കൾ അവരുടെ അടുത്തേക്ക് മറ്റുള്ളവർ ചെല്ലാനായിട്ട് നമ്മളെ കുടുംബാംഗങ്ങൾ അവർ ഒരുമിച്ച് ചേരാനുള്ള ഒരു റീയൂണിയൻ, അതിന് അവസരം ഉണ്ടാക്കണം. പിന്നെ എൻ്റെ കൂടെ ഡോക്ടർ ബിൻസി ഉണ്ട്, ഞങ്ങളുടെ ഹൗസിലൻ ബിൻസി ബാബു. ബിൻസി എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കാം. സർ, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആൾക്കാരോട് അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് ഒന്ന് പറയാം? അത് ഷെയറിങ് ദ എക്സ്പീരിയൻസ് എന്ന് പറയും. നമ്മളൊരു നമ്മുടെ ഏറ്റവും അടുത്ത ആളുടെ അപകടത്തിൽ മരിച്ചു. അപ്പോൾ ആ മകൻ മരിച്ചു, അല്ലെങ്കിൽ മകൾ മരിച്ചു. അപ്പോൾ ആ മാതാപിതാക്കന്മാരുടെ വിഷയം ചോദിക്കാവോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് ആ ഷെയറിങ് ദി എക്സ്പീരിയൻസ് കൊണ്ട് പലപ്പോഴും വലിയ ഗുണങ്ങളുണ്ട്. അവരവരുടെ വേദന പങ്കുവെക്കും. നമ്മളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അവരുടെ എനിത്തിങ് ഷെയർഡ് ഈസ് ഹാർഡ്, അവരുടെ വേദന പകുതിയായിട്ട് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അതൊരിക്കലും നിർബന്ധപൂർവ്വമാകരുത്. ഇപ്പോൾ നമ്മളെ TV പ്രവർത്തകരൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. അവരോട് നമ്മൾ വിമർശിക്കുകയല്ല. ചിലപ്പോൾ അത് നമുക്ക് അന്നത്തെ അവസരത്തിന് അത് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വരാം. എങ്കിലും നമ്മൾ അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ പാലിക്കണം അവരോട്. അത് നമ്മൾ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ചിട്ട് വേണം ഇക്കാര്യം നമ്മൾ ചെയ്യാനായിട്ട്. നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അത് നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടത്, നമുക്ക് അവർക്ക് ലിങ്കിങ് വിത്ത് സോഷ്യൽ സപ്പോർട്ട്, മറ്റ് ഇതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ അവരെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആത്മഹത്യാ പ്രിവെൻഷനൊക്കെ, സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ആൾക്കാരായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 8ാമതൊരു കാര്യമാണ്,
ഒരു സെൻസ് ഓഫ് കൺട്രോൾ അവർക്ക് ഉണ്ടാകണം. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യം നമുക്ക് വേണം. അതുപോലെ പിന്നെ മൂന്നാമത്തെ കാര്യം ട്രയാഡ് എന്ന് പറയും. നമുക്ക് കൂടുതൽ ഹെൽപ്പ് ആവശ്യമുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം ചില ആൾക്കാർ ഇതിനെ തുടർന്ന് വലിയ സിവിയർ ഡിപ്രഷനിലേക്കൊക്കെ പോകും, അല്ലെ ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും. അവരെ കണ്ടെത്താനും അവർക്ക് വേണ്ട ചികിത്സകൾ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. നമ്മളിങ്ങനെയുള്ള ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ നിലനിർത്താനും അവർക്ക് ഒരു ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം അവരുണ്ടാക്കാൻ പ്രതീക്ഷയോടുകൂടിയുള്ള ഇടപെടലുകൾ നമുക്ക് അത്യാവശ്യമാണ്. താങ്ക് യു.